arrival of this grand and memorable night. On such a joyful twilight, we gathered here as a one family to celebrate the 33rd annual day, Blossom 2026 of our school. The entire Ideal School team is filled with joy as our school stands beautifully and colorfully adorned for this special occasion. Behind the curtain, the shining stars of our school are eagerly getting ready to mesmerize us with the spectacular performance. Before we proceed, let's warmly and respectfully welcome to our PTA President, Mr. Nobas, to deliver the welcome speech. Sir, please. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അവിടേക്ക് നിന്ന് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്ക് വന്ന് നമ്മുടെ കസാരയിലേക്ക് ഇരുന്ന് ഉള്ള സൗകര്യങ്ങളിലൊക്കെ സഹകരിക്കണമെന്ന് പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പതിവ് പോലെ വർഷത്തിലിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആനുവൽ ഡേ പ്രോഗ്രാമിനാണ് നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ കൂടിയിട്ടുള്ളത്. എല്ലാ വർഷവും നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ പരിപാടി അവതരിപ്പിക്കാറ്. കുട്ടികളുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ടാകുമ്പോഴേക്ക് ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കഴിയാറുണ്ട്. ഈ വർഷവും നല്ല പരിപാടിയാവട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, വളരെ ചെറിയൊരു സ്കൂളാണെങ്കിലും നമ്മുടെയൊക്കെ മക്കൾ നല്ല നിലയിൽ പഠിച്ചു പോകുന്ന ഒരു സ്കൂളാണ്. അവിടെ നടത്തിപ്പോരുന്ന പരിപാടികളൊക്കെ വലിയ വലിയ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് തന്നെ പറയാം. അതുപോലത്തെ പരിപാടികളാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നടത്തിപ്പോരുന്നത്. നമ്മുടെ കുട്ടികൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായോ എല്ലാം നമ്മുടെ ഈ ചെറിയൊരു പ്രദേശത്ത്, ഈ പറമ്പിൽ സാറ് പോലത്തെ ഒരു ചെറിയൊരു പ്രദേശത്ത് അത്ര തന്നെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടാവുന്ന വിധത്തിൽ ചെയ്തു പോരുന്ന ഒരു ട്രസ്റ്റാണ്. അതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ കഴിയുണ്ട്. നമുക്കറിയാം, പി എം അബ്ദുറഹ്മാൻ സാറ് നമ്മുടെ എല്ലാ ഗൈഡൻസും എന്ത് കാര്യത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാവുന്ന, നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് കാര്യങ്ങൾ പറയാവുന്ന സാറിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് നമ്മുടെ PTA വരെ എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സാറിൻ്റെ സ്കൂളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വരെ സാറിന് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആശ്രയിക്കാവുന്ന അത്രയും നല്ല നമ്മുടെയായിട്ട് അത്ര പേഴ്സണലി പരിചയമുള്ള ഒരു മാനേജറാണ് സാർ. അതുപോലെ തന്നെ നമുക്ക് PTA എക്സിക്യൂട്ടീവിലേക്ക് അംഗങ്ങളൊക്കെ എല്ലാവരും ഓരോരുത്തരും എടുത്തു പറയാവുന്ന ബുദ്ധിമുട്ടാണ്, അറിയാം. കൂടുതൽ പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ വളരെ ദയനീയമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രതീക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ വർഷത്തേക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു സാന്നിധ്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം പറയുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരും തിരക്കിലാണ്, അറിയാം. തിരക്ക് പിടിച്ച ജീവിതമാണ്, നമുക്കറിയാം. നമുക്ക് ഓരോ കുട്ടികൾക്കും ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം 10ാം ക്ലാസ് കാണിച്ചു തരും, പിന്നെ +2 കാണിച്ചു തരും, പിന്നെ അതിന് മുകളിലേക്ക് നമുക്ക് എല്ലാം ടേണിംഗ് പോയിൻ്റാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്നേ ഉള്ളൂ, അത് LKG UKG കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ടീച്ചേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ പാരൻസ് എന്ന നിലയിൽ നമ്മൾ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഈ കുട്ടികളാക്കി മാറ്റുന്നത്, നമ്മളെ കുട്ടികളാക്കി മാറ്റുന്നത്, ഏതാണ് അവരുടെ ടേണിംഗ് പോയിൻ്റ് എന്ന് നിശ്ചയിക്കുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് പാരൻസ് ഒന്നും കൂടി ഇൻവോൾവ് ആവുക. പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളിലല്ല, നമ്മളെല്ലാവരും വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് കൂടെ ഒരുപാട് പേരുണ്ടാവുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. എനിക്കങ്ങനെ ഒരുപാട് സപ്പോർട്ടുകളൊക്കെ നിങ്ങൾ തരുന്നുണ്ട്. അത് എനിക്ക് തരുന്നത് നിങ്ങൾ സ്കൂളിനെ പ്രതീക്ഷിച്ചാണ്. സ്കൂളിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി എന്നെക്കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുക, കൂടുതൽ PTA അതിലേക്കൊക്കെ കടന്നു വരാൻ ശ്രമിക്കുക. തിരക്കുകളൊക്കെ കഴിയുന്നത് മാറ്റിയൊക്കെ ഇപ്പോഴേ പിടിച്ചാൽ നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ നിർത്താൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ ഈ തിരക്ക് കണ്ട് വളരുന്ന മക്കൾ മറ്റ് വലിയ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഇതേപോലത്തെ ഒരു പരിഗണന എനിക്ക് അവിടെ കിട്ടില്ല. ഞാനൊരു പേഴ്സണലി അറിയുന്നൊരു പരിചയത്തിൻ്റെ മേൽ പറയുകയാണ്. ഒരുപാട് വലിയ സ്കൂളുകളിൽ നമ്മുടെ ഈ ടീച്ചേഴ്സിന് പേഴ്സണലി കുട്ടികളെ അറിയുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ അറിയലുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി ആക്കം കൂടുതൽ കിട്ടാൻ നിങ്ങളും കൂടി ഒന്ന് പരിശ്രമിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ പ്രസിഡന്റ് സാറ് ഒരു തിരക്കിനിടയിൽ മറ്റൊരു പരിപാടി ഒഴിവാക്കിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ പുതിയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരുപാട് പ്രതീക്ഷകളുള്ള വിധത്തിലാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കയറി ചെല്ലാനുള്ള നമ്മുടെ സാറാണ്. സാറ് ഒരുപാട് പരിപാടികൾ ഒഴിവാക്കി ഇവിടെ വന്നിരിക്കുകയാണ്. സാറിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് നൂറുദ്ദീൻ സാറാണ്. അടുത്തതായി നമ്മുടെ മാനേജർ, നമ്മൾ പ്രത്യേകിച്ച് ആരെയും
അടുത്തതായി നമ്മുടെ മാനേജർ സാറ് PM അബ്ദുറഹ്മാൻ സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. എല്ലാ കാര്യങ്ങളിലും സാർ അത്രയും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ 10-30 വർഷമായി നമ്മുടെ സ്കൂൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിൻസിപ്പളിൻ്റെ കൂടെ പല കാര്യങ്ങൾക്കും പല ഓഫീസുകളിലും പല പ്രാവശ്യങ്ങളിലും ഞാൻ പല കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ചെന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്നാൽ അവിടെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇരിക്കുന്നവർ മിസ് എന്താ അവിടെ എന്ന് ചോദിക്കും. അതാണ് അവസ്ഥ. പല സ്ഥലങ്ങളിലും എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. അപ്പോൾ അത്രയും കാലമായിട്ട് കുട്ടികളായിട്ട് അത്രയും ഇൻട്രാക്ഷനിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതും ഈ സ്കൂളിലെ തൂണായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതായ നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീ സുനിത ബോണി മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ആഗ്രഹമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള കബീർക്ക കാരണം ഞാൻ ഈ പരിപാടി ഫിക്സ് ചെയ്ത അന്ന് മുതൽ ഞാനും കബീർക്കൻ തമ്മിൽ നല്ലൊരു ബന്ധമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോളൊക്കെ ചെയ്യാറുണ്ട്, എന്താണ് വിശ്വാസങ്ങൾക്ക് ശേഷം. അതുകൊണ്ടാണ് കബീർക്കാന്ന് വിളിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബൻസിറ റഷീദ്, ഇവർ രണ്ടാളും കലാരംഗത്ത് ഒരുപാട് കഴിവുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെന്നും ബഹുമാനിക്കുന്ന ആളുകളാണ് ഈ കലാരംഗത്തുള്ള ആളുകൾ. അവരെ നമ്മൾ എത്രയും ആദരിച്ചാണ് എല്ലാ വർഷവും നമ്മളിവിടെ എത്തിക്കാറുള്ളത്. ഓരോ വർഷങ്ങളും നമ്മൾ പല ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷം നമ്മൾ എത്രയോ ക്ഷണിച്ച് വരുത്തിയിട്ടുള്ള അവരെ ഞാൻ 2 പേരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ അടുത്തതായി നമ്മുടെ വാർഡ് മെമ്പർ അതേപോലെ ഈ വേദിയിൽ ആദ്യമായിട്ടാണ് ഈ വാർഡ് മെമ്പറുമായിട്ടൊരു വേദി പങ്കിടുന്നത് പ്രസിഡൻറ്റുമായിട്ടൊക്കെ. വാർഡ് മെമ്പർ ശോഭന മേഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തിട്ട് കട്ടൊക്കെ കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ PTA സഹപ്രവർത്തകർക്കും ഞാൻ എൻ്റെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിൽ. പിന്നെ നമ്മുടെ പാരൻസ്, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന നമ്മുടെ കട്ടക്കാരൻ കൂടെ നിൽക്കുന്ന നമ്മുടെ പാരൻസിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അവരെ ഗ്രാൻഡ് പാരൻസിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ പ്രസംഗം വലിച്ചിട്ടിട്ട് ഈ പ്രസംഗം ബോറാക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം.